പാലക്കാട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെക്കുന്ന ഇപ്പോഴത്തെ ചിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്രീധരന്റെ ലീഡ് കിട്ടില്ല എന്ന് മാത്രവുമല്ല, LDF ലീഡ് ഉയർത്തുകയാണെങ്കിൽ ഈ 6000 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2000-അടുത്തേ കൃഷ്ണകുമാറിന് ലീഡ് വരികയുള്ളൂ. സരിൻ വോട്ട് ഉയർത്തുകയും ചെയ്യും, UDF വോട്ട് ഉയർത്തും. പക്ഷെ നോക്കൂ, ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ 1116 വോട്ടിന്റെ ലീഡ് CK ക്കുണ്ട്. ഇനി 7 റൗണ്ട് ഉണ്ടാവില്ലേ? ആ 7 റൗണ്ട് കഴിയുമ്പോൾ എങ്ങനെ 2000 ആവുക? നോക്കാന്നേ. നോക്കൂ, മാത്തൂരും കണ്ണാടിയിലും LDF-മായി നെക്ക് ടു നെക്ക് ആണെന്ന് ഓർക്കണം. മുനിസിപ്പാലിറ്റിയിൽ സരിൻ വോട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ സരിൻ ഉയർത്തുമെന്നാണ് പറഞ്ഞത്. പറഞ്ഞു, ഉയർത്തി. സരിൻ പറഞ്ഞു, ഉയർത്തി. സരിൻ പറഞ്ഞു, വാക്ക് പാലിച്ചു. മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ 965 വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തെ. മെട്രോ വോട്ട് കഴിഞ്ഞ തവണ ശ്രീധരന് കിട്ടിയ വോട്ടിലെ ഒരു നല്ല ഭാഗം തിരിച്ചു പോയിട്ടുണ്ട് എന്നത് സത്യമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് UDF-ലേക്കല്ല പോയത്, അത് പോയതാർക്കാണ്? സരിനാണ് എന്നതാണ്. അതാണ് ഈ കണക്കിൽ ഏറ്റവും നിർണായകമായത്. നോക്കൂ, പോളിംഗ് പെർസെന്റേജ് ഡിപ്പുണ്ട്. ആ കണക്കൂടി നമ്മൾ 10% വോട്ട് ഇപ്രാവശ്യം സരിൻ കൂടുതൽ പിടിച്ചു. അതെ, LDF 895-ലധികം വോട്ടാണ് പിടിച്ചിരിക്കുന്നത് പാലക്കാട്. EVM പൂർത്തിയായപ്പോൾ LDF സ്ഥാനാർത്ഥി 1890 വോട്ടിന് ചേലക്കരയിൽ ലീഡ് ചെയ്യുന്നു. അതൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ലീഡാണ്. പക്ഷേ രാധാകൃഷ്ണൻ 2021 നേടിയ ലീഡിന്റെ പകുതിയോളമാണ് എത്തിയിരിക്കുന്നതെങ്കിൽ പോലും അത് പ്രദീപിന് ആശ്വാസകരം, ഇടതുപക്ഷത്തിന് ആശ്വാസകരം. ചേലക്കരയിൽ ഒന്നാം റൗണ്ടിൽ രമ്യക്ക് അട്ടിമറിക്കാനായിട്ടില്ല. ഒന്നാം റൗണ്ട് UR പ്രദീപിനോടൊപ്പം 2016-ലെ അതേ കണക്കുകളിലേക്ക് UR പ്രദീപ് പോകുന്നു. 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകുന്നു എന്നതിന്റെ ട്രെൻഡാണ്. വരവൂർ പഞ്ചായത്തിൽ നിന്നുള്ള ആദ്യത്തെ കണക്കുകൾ പറയുന്നത് 1890 വോട്ടുകൾക്ക് UR പ്രദീപ് മുന്നിൽ. ആ കണക്കുകൾ ടാലി നമുക്കൊന്ന് മാറ്റണം. 1890 വോട്ടുകൾക്കാണ് UR പ്രദീപ് മുന്നിൽ നിൽക്കുന്നത് ചേലക്കരയിൽ. പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ശ്രീധരനെ അപേക്ഷിച്ച് 700 വോട്ട് കുറവാണെങ്കിലും ആദ്യ റൗണ്ടിൽ CK-യുടെ കുതിപ്പാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ റൗണ്ടിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി വോട്ടെണ്ണുമ്പോൾ 1100-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ലീഡാണ് ഉള്ളത്. 1116. പാലക്കാട് EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. 1116 വോട്ടുകൾക്ക് CK മുന്നിൽ. പാലക്കാടിന്റെ CK, BJP-യുടെ CK മുന്നിലായിരിക്കുന്നു എന്ന കാഴ്ചയാണ്. എന്നാൽ സരിൻ നില മെച്ചപ്പെടുത്തുന്നു എന്നതും ഒന്നാമത്തെ റൗണ്ടിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. സരിൻ പിടിക്കുന്ന വോട്ടുകൾ BJP-യുടേതാണോ? ആ 800 വോട്ടുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോൾ BJP-ക്ക് കുറഞ്ഞത് 700 വോട്ടാണ്. സരിൻ പിടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മെട്രോമാൻ ശ്രീധരന്റെ വോട്ടുകളാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അത് ഒരർത്ഥത്തിൽ സ്റ്റെതസ്കോപ്പ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഗുണം ചെയ്യുക എന്നതിനി വരുന്ന മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം. സ്റ്റെതസ്കോപ്പ് കോൺഗ്രസിനെ സഹായിക്കുന്നുണ്ടോ? പക്ഷേ അവിടെ LDF-നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർക്കുള്ള ഒരു മറുപടിയാണിത്. ഒന്നാമത്തെ റൗണ്ടിൽ സരിൻ പറഞ്ഞു, ഒന്നാമത്തെ റൗണ്ട് മുതൽ താൻ ലീഡ് നില വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്നാം റൗണ്ടിൽ രണ്ടാമത് താൻ സരിന് സാധിച്ചില്ല. ഒന്നാമത്തെ റൗണ്ടിൽ രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഒന്നാമത്തെ റൗണ്ടിലെ കണക്കുകൾ ഇങ്ങനെയാണ്: 4127 വോട്ടുകൾ BJP, 3011 വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, 2128 വോട്ടുകൾ നിലവിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NDA ഒന്നാം സ്ഥാനത്ത് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് LDF വരുമെന്നുള്ളതാണ് BJP-യുടെ കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒന്നാമത്തെ റൗണ്ട് പ്രകാരം നടക്കുന്നില്ല. ഒന്നാമത്തെ റൗണ്ടിൽ UDF തന്നെയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് ക്യാമ്പിനും ആത്മവിശ്വാസം പകരുന്ന കണക്കാണ്. എന്നാൽ BJP പ്രതീക്ഷ കൈവിടേണ്ടതില്ല എന്നതാണ്. LDF കേന്ദ്രങ്ങളിൽ സംഭവിക്കാം. കാരണം BJP-യുടെ ശക്തി കേന്ദ്രത്തിൽ പോയി സരിൻ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും UDF-ന്റെ ശക്തി കേന്ദ്രത്തിലും സരിൻ കയറിയിട്ടുണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, കഴിഞ്ഞ തവണത്തേക്കാൾ ഈ 20 മണ്ഡലമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത്. ഇപ്പൊ 14 അല്ലേ? BJP കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം. അതെ, എങ്ങനെയാ ശരിയാവാ? അങ്ങനെയാ അല്ല, ഇത് BJP-യുടെ ശക്തി കേന്ദ്രങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ നിങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അല്ല, 14 ടേബിളുകളാണല്ലോ ഇത്തവണ. ഒരു മിനിറ്റ്, പാലക്കാട് BJP-യുടെ ലീഡ് 1016. എവിടെയാണ്? പാലക്കാട് BJP-യുടെ ലീഡ് 1016. C. കൃഷ്ണകുമാർ 1016 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഒന്നാമത്തെ റൗണ്ട് പൂർത്തിയായി രണ്ടാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് 1016 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടിൽ കൃഷ്ണകുമാർ വിയർക്കുന്നു എന്ന്. DMK-ക്ക് എത്ര വോട്ട് കിട്ടി കാണും? DMK നോക്കണം, ആ കണക്കുകൾ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ചേലക്കരയിൽ ഇനി നോക്കണ്ട, ഇനി UR പ്രദീപിന്റെ തേരോട്ടമായിരിക്കും. പക്ഷെ പാലക്കാടാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BJP രണ്ടാമത്തെ റൗണ്ടിൽ വിയർക്കുന്നുണ്ടോ? C. കൃഷ്ണകുമാർ 1016-ലേക്ക് ലീഡ് താഴ്ന്നിരിക്കുന്നു. 1116-ൽ നിന്ന് 1016-ലേക്ക് രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുമ്പോഴേക്കും 1016-ലേക്ക് താഴ്ന്നു.